നമ്മൾ ദൈവത്തിനുള്ളവരാണ്. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. ദൈവം നമ്മെ വീണ്ടെടുത്തവനാണ്. ദൈവം നമ്മെ കരുതുന്നവനാണ്. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചവനാണ്. നമുക്ക് മാനവും മഹത്വവും പദവിയും നന്മകളും അവകാശങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണതിൻ്റെ പ്രേരണ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഉദാത്തമായ സ്നേഹമാണ്. മനുഷ്യരോടുള്ള ഉദാത്തമായ സ്നേഹം. തൻ്റെ ഭക്തന്മാരെ അളവില്ലാതെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ നിന്നെ നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിത്യസ്നേഹത്താൽ ഐ ഹാവ് ലവ്ഡ് യു വിത്ത് എവർലാസ്റ്റിംഗ് ലവ്. ഒരിക്കലും ഉതിർന്നു പോകാത്ത, ഒരിക്കലും വറ്റിപ്പോകാത്ത സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വറ്റിപ്പോകാത്ത സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട്, തൻ്റെ വകയായി പേർ ചൊല്ലി വിളിച്ചുകൊണ്ട്, അവനെ സൃഷ്ടിച്ച് ലോകത്തിലാക്കിക്കൊണ്ട്, അർഹതയില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്തുകൊണ്ട് പറയുകയാണ്: നീ ഭയപ്പെടേണ്ട, പുഴുവായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വകയായി നമ്മളായിത്തീരുന്ന നിമിഷം, ദൈവിക കൃപകൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ നിർഭയമായി ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയും എന്ന് തിരിച്ചറിയണം. പക്ഷേ ഈ ദൈവം നന്മകളും കൃപകളും സമൃദ്ധമായി നമുക്ക് തരുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു തരുന്ന നന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ആരാധനയിൽ കുർബാനയിൽ പത്രോസ്ലീഹായുടെ തക്സ വായിക്കുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: തമ്പുരാനെ, സൃഷ്ടാവും നാഥനും എന്ന നിലയിൽ നീ ഇവർക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന നന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവരുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുവാനുള്ള പ്രാർത്ഥന വേറൊരു സന്ദർഭത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ മാമോദീസായുടെ സന്ദർഭത്തിലാണ്. മാമോദീസായുടെ ശുശ്രൂഷയുടെ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവമേ, ലോക വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ഓർമ്മിപ്പിച്ചു, എല്ലാവരും ലോകത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അവനവൻ്റെ കാര്യം നോക്കി ദൈവത്തിൻ്റെ കൃപകളെ മറന്ന് നന്ദിയില്ലാത്തവരായി ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു തലമുറ. പക്ഷേ ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത് എന്താണ്? കർത്താവെ, ഈ ലോക വ്യർത്ഥതയെ തിരിച്ചറിയത്തക്കവണ്ണം ഇവൻ്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഒരു ഉൾവെട്ടം നമുക്കുണ്ടാകണം, ആന്തരിക പ്രകാശമുണ്ടാകണം. എന്തിനു വേണ്ടി? ഈ അന്ധകാര ലോകത്തിൻ്റെ മായയെ തിരിച്ചറിയുവാൻ, അന്ധകാര ലോകത്തിൻ്റെ അപകടങ്ങളെ തിരിച്ചറിയുവാൻ അകക്കണ്ണുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള യാത്ര. ഇന്നത്തെ ലോകത്തിൻ്റെ പരാജയം എന്താണ്? നമ്മളെല്ലാവരും അകക്കണ്ണുകൾ അടച്ച് പുറം കണ്ണുകൾ തുറന്ന് ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, 1-ാം കൊരിന്ത്യർ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്: കൂടാരമായ ഭൗമ ഭവനങ്ങൾ അഴിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. കാരണം മീതെ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് ഉയരത്തിലുണ്ട്. അതുകൊണ്ട് കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലത്രേ നടക്കുന്നത്. നമ്മുടെ നടപ്പ് ലോകത്തിൻ്റെ കാഴ്ചകളെ കണ്ട് മനം മയങ്ങിയുള്ള നടപ്പാണ്. അതാണ് അപകടം വരുന്നത്. അവിടെയാണ് നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു: പുഴുവായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ രക്ഷിക്കും. യാക്കോബിന് നൽകുന്ന അനുഗ്രഹം എന്താണ്? കൂടെ ഇരുന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവസ്നേഹം, നിതാന്തമായ ദൈവസ്നേഹം പിന്തുടർന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് യാക്കോബിന് ലഭിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. യാക്കോബിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബിൻ്റെ അവസ്ഥകളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. യാക്കോബ് തിരിച്ചറിയേണ്ടത് എന്താണ്? ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ദൈവം ഇടപെടുന്നു എന്ന് തിരിച്ചറിയുവാൻ യാക്കോബിന് അവൻ്റെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. സൃഷ്ടാവും നാഥനും നിലയിൽ അവിടുന്ന് ചെയ്തു തരുന്ന ഉപകാരങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമെന്ന് പിതാക്കന്മാർ ആരാധനയിൽ കൂടി ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ തിരിച്ചറിയുവാൻ മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടണം. തമ്പുരാൻ ചൊരിഞ്ഞു തരുന്ന ഉപകാരങ്ങളെ തിരിച്ചറിയുവാൻ മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടണം. എവിടെയെല്ലാമാണ് ദൈവം നമ്മളെ കരുതുന്നത്,
എവിടെയൊക്കെയാണ് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത്? തുടർ വാരിയിൽ വായിച്ചു കേട്ടതാണ്, നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, വെള്ളം നിന്നെ കവിയുകയില്ല, സമുദ്രത്തിൽ കൂടി നീ നടന്നു പോയാൽ നീ മുങ്ങിപ്പോകുകയില്ല, തീയിൽ കൂടി നീ നടക്കുമ്പോൾ നീ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, പുരാതനനായ ദൈവം നിന്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എത്രമാത്രം ദൈവികമായ സ്നേഹവും പിന്തുടർന്നു കൊടുക്കുന്ന കരുതലും സ്ഥിതി മാറ്റുന്ന യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവകൃപയും തിരിച്ചറിയുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ നമ്മുടെ മനോനയനങ്ങൾ പ്രകാശിപ്പിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. ദൈവം തരുന്ന നന്മകൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ചെറിയൊരു കാലത്തേക്കല്ല ദൈവം സ്നേഹം പകർന്നു കൊടുക്കുന്നത്, അവർ കരുതുന്നത്, മറിച്ച് തലമുറയായി കരുതുന്ന ഒരു ദൈവമുണ്ട്. 53-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. തലമുറകളുടെ നന്മ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, തലമുറകളുടെ നന്മ കാണുവാൻ പുണ്യമുള്ള പിതാക്കന്മാർ ആഗ്രഹിക്കുന്നു. നമ്മൾ ദുരവസ്ഥയിൽ ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക്, പുണ്യമുള്ള പിതാക്കന്മാർക്ക് ഇഷ്ടമല്ല. നമ്മുടെ സ്ഥിതി മാറുമ്പോൾ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുമ്പോൾ സന്തോഷിക്കുന്ന പുണ്യമുള്ള പിതാക്കന്മാരുണ്ട്. പിന്തുടർന്ന് പകർന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് എവർ ലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, കൂടെ ഇരുന്ന് നിന്നെ രക്ഷിക്കും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നിർഭയമായി ജീവിക്കാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ വസന്തകാലം എന്താണ്? നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കൊറോണയൊന്നും പിടിക്കാതെ, അസ്വസ്ഥരാകാതെ, ഒരു പ്രശ്നമുണ്ടാകാതെ കുറേ നാൾ ഇവിടെ ജീവിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ഒരു പ്രശ്നമില്ലാതെ കടന്നു പോകുന്നതാണ് ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ വസന്തകാലം ഭക്തന്മാരുണ്ട്. എന്താണ്? 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കൂരിന് താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം ശുഭമായി വസിക്കും. ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയണം. ദൈവം നമ്മുടെ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ ദൈവബന്ധം ശക്തമാക്കി ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയും. കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിക്കണ്ട, നീ ചഞ്ചലപ്പെടേണ്ട, നിന്റെ ജീവിതത്തിൽ ആകുലതകൾ വേണ്ട. കൂടെ ഇരുന്ന് ബലപ്പെടുത്തുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തി. അത് നമ്മുടെ ഓരോ ബലഹീന ജീവിതത്തെയും വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് തിരിച്ചറിയുമ്പോൾ കഷ്ടകാലങ്ങളെ ധൈര്യപൂർവ്വം ദൈവത്തോട് ചേർന്ന് നിന്ന് അതിജീവിക്കുവാനായിട്ട് കഴിയും എന്ന് ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ചിന്ത ഇതാണ്. യിരെമ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. കഷ്ടകാലത്ത് യാക്കോബിന് നൽകുന്ന രണ്ടാമത്തെ വാഗ്ദത്തം ഇതാണ്, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. ഐ ഹാവ് കമ്പാഷൻ ഓൺ ഹിസ് ഡ്വെല്ലിങ്സ്. അവൻ്റെ വാസസ്ഥലങ്ങളോട് ഞാൻ കരുണ കാണിക്കും. അവനിപ്പോൾ പ്രവാസത്തിലാണ്, അടിമത്തത്തിലാണ്. ഞാൻ അവനെ വീണ്ടെടുക്കും. ഐ വിൽ റിസ്റ്റോർ ഹിം. ഞാൻ അവനെ തിരിച്ചു പിടിക്കും, അവനെ ഞാൻ വീണ്ടെടുക്കും. എന്നിട്ട് ഞാൻ അവനെ യഥാസ്ഥാനപ്പെടുത്തും. അവൻ്റെ ഗൃഹങ്ങളോട്, അവൻ്റെ നിവാസങ്ങളോട് ഞാൻ കരുണ കാണിക്കും. ദൈവത്തിൻ്റെ കരുണ തലമുറയായി അനുഭവിച്ചിരുന്ന നന്മയാണ്. ദൈവത്തിൻ്റെ കരുണയാണ് ഓരോ ദിവസവും നമ്മളെ ഈ ലോകത്തിൽ നിർത്തിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് സന്ധ്യയുടെ യാമത്തിൽ വന്ന് നമസ്കാരം നടത്തി പാട്ടുകൾ പാടി ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവമുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. ഈ ലോകത്തിൽ നമുക്ക് അഭിമാനിക്കുവാനോ അഹങ്കരിക്കുവാനോ ഒന്നുമില്ല. ഓരോ നിമിഷത്തെ ജീവനും ഓരോ നിമിഷത്തെ ജീവിതവും ദൈവത്തിൻ്റെ കരുണയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തന്ന കരുണകൾ, അനുഭവിച്ചറിയുന്ന നന്മകൾ,
ഞാൻ നിന്റെ ഗൃഹത്തോട് അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. യെശയ്യാ പ്രവചന പുസ്തകം 54-ാം അധ്യായത്തിൽ ആ കരുണ എങ്ങനെയുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ അടിക്കടി വരും, കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. കൂടെ ഇരിക്കുന്ന ദൈവം, കൂടെ ഇരുന്ന് എപ്പോഴും നിരന്തരമായി കരുണ ചെയ്യുന്ന ദൈവം, തലമുറകളോട് കരുണ ചെയ്യുന്ന ദൈവം. ഞാൻ യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. ദൈവം നമ്മളോട് കരുണ കാണിക്കണം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണം. നമ്മുടെ ഭവനത്തോട് കരുണ കാണിക്കണം. നമ്മുടെ സഭയോട് ദൈവം കരുണ കാണിക്കണം. ചുറ്റുപാടുകളോട് ദൈവം കരുണ കാണിക്കണം. ലോകത്തോട് ദൈവം കരുണ കാണിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ അനിവാര്യമായ ഔദാര്യമാണ്, അനിവാര്യമാണ്. ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ, ലോകത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അനിവാര്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ആ അനിവാര്യത എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല. ആ കരുണ എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ്, കണ്ടീഷണലാണ്. ദൈവം തരുന്ന കരുണ എന്ന് പറയുന്നത് യെശയ്യാ പ്രവചന പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കുവിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടവഴികളും നീതികേടിൻ്റെ വഴികളും നിങ്ങൾ ഉപേക്ഷിപ്പിൻ, അപ്പോൾ അവൻ നിങ്ങളോട് കരുണ കാണിക്കും. നിന്റെ ജീവിതത്തോട് ദൈവം കരുണ കാണിക്കണമെങ്കിൽ ദൈവവുമായിട്ട് കണ്ടീഷണലായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, വ്യവസ്ഥാപിതമായ ഒരു ബന്ധമുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്താലും, എത്ര നീതികേട് കാണിച്ചാലും, ദുഷ്ടത ചെയ്താലും എന്നോടും എൻ്റെ തലമുറയോടും ദൈവം കരുണ കാണിക്കുമെന്ന് വൃഥാ ചിന്തിച്ചു പോകരുത്. ദൈവം കരുണ ചെയ്യണമെങ്കിൽ അതൊരു വ്യവസ്ഥ വെച്ചുള്ള കരുണയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവൻ അന്വേഷിക്കണം. കർത്താവ് പഠിപ്പിക്കുന്നത് തന്നെയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവൻ തുറക്കപ്പെടും, യാചിപ്പിൻ കിട്ടും. അതൊരു വ്യവസ്ഥയാണ്, പ്രാർത്ഥനകളുടെ വ്യവസ്ഥ. ദൈവബന്ധത്തിൽ പ്രാർത്ഥനകൾക്കൊരു വ്യവസ്ഥയുണ്ട്, ആരാധനകൾക്കൊരു വ്യവസ്ഥയുണ്ട്. എന്താണ്? അവനെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിക്കണം, അവൻ അടുത്തിരിക്കുന്ന കാലത്ത് അവനെ വിളിച്ചപേക്ഷിക്കണം. അതിനേക്കാൾ ഉപരിയായി ദുഷ്ടവഴികളെ വിട്ടുമാറണം, നീതികേടിൻ്റെ വഴികളെ വിട്ടുമാറണം. ദുഷ്ടവഴികളിൽ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചാൽ അത് അപകടമാണ്. നീതികേടിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ കരുണ ലഭിച്ചാൽ അത് അപകടമാണെന്ന് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കരുണ ഭക്തന്മാരുടെ മേലാണ് ഉണ്ടാകുന്നത്. 25-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവാ ഭക്തനാകുന്ന പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, തൻ്റെ കരുണ തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ദൈവകരുണ സ്വീകരിക്കുവാൻ അനീതികളുടെ വഴികളെ നമ്മൾ വിട്ടുമാറണം, ദുഷ്ടതയുടെ വഴികളെ വിട്ടുമാറണം. ദൈവത്തെ നിതാന്തമായിട്ട് അന്വേഷിക്കാൻ പഠിക്കണം. ദൈവം തരുന്ന ഉപകാരങ്ങളെ മറന്നു പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാൻ അവൻ്റെ മേൽ കരുണ കാണിക്കും. തിരുത്തപ്പെടുവാനും തിരിച്ചു വരുവാനുമുള്ള ഒരു ആഹ്വാനമാണ്. തിരിച്ചു വരണം, ദുഷ്ടവഴികൾ വിട്ട് തിരിച്ചു വരണം, അനീതിയുടെ മാർഗങ്ങൾ വിട്ട് തിരിച്ചു വരണം. ഇസ്രായേലേ, മടങ്ങി വരിക. ദൈവസന്നിധിയിലേക്കൊരു മടക്കയാത്രയുണ്ട്, ഒരു തിരിച്ചു വരവുണ്ട്. ദൈവം കരുണ കാണിക്കുമ്പോൾ, ഒരുപക്ഷെ ദൈവം കരുണ ചെയ്യണമെങ്കിൽ തിരുത്തപ്പെടുവാനും തിരിച്ചു വരുവാനുള്ള മനസ്സാന്നിധ്യം നമുക്കുണ്ടാകണം. തിരുത്തപ്പെടുവാൻ. തെറ്റുകളില്ലാത്ത ആരും ഈ ലോകത്തിലില്ല, കുറ്റങ്ങളില്ലാത്ത ആരുമില്ല. ആരാധനയിൽ വിശുദ്ധ കുർബാന ഓർമ്മിപ്പിക്കുന്ന തമ്പുരാനെ, പാപം കൂടാതെ ജീവിച്ചിട്ടുള്ളത് നീ ഒരുവൻ മാത്രമാണല്ലോ. എല്ലാവരും പാപികളാണ്. നമുക്കെല്ലാവർക്കും ഓരോരോ വൈകല്യങ്ങളുണ്ട്, വികലതകളുണ്ട്, വികല്പങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറമാണ് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ. ആ കരുണ പാപികളായ നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ തിരുത്തപ്പെടുവാൻ പഠിക്കണം, തിരിച്ചു വരുവാൻ പഠിക്കണം. അതാണ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല, നിൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല. ദൈവകരുണയുടെ ബഹുലത മനസ്സിലാക്കി, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി വഴിതിരിച്ചു വിടുവാനും തിരുത്തപ്പെടുവാനും ജീവിതത്തിൽ ദൈവത്തോട് അടുത്തിരിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോൾ കരുണയുടെ പ്രവാഹം, ഇന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ദൈവമേ കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ പ്രാർത്ഥനകളിലും
ദൈവത്തോട് കരുണ യാചിക്കുന്നുണ്ട്. നാം പാപം ചെയ്യുമ്പോൾ ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളാക്കി മാറുമ്പോൾ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുണയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ്. എല്ലാ മേഖലകളിലും അനിവാര്യമാണ്. ദൈവകരുണയില്ലാതെ ഒരു നിമിഷം പോലും ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഓടി നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അവർക്ക് ആവശ്യമായിരിക്കുന്നതിൻ്റെ സമ്പാദ്യമൊന്നുമല്ല, മറിച്ച് തമ്പുരാൻ്റെ കൃപ തലമുറകളിൽ വ്യാപരിക്കുന്ന, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ദൈവ കരുണയാണ് തലമുറകൾക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ ഇടയാകണം. ഞാൻ നിന്നോട് കരുണ കാണിക്കും. ഐ ഹാവ് കമ്പാഷൻ ഓൺ ഹിസ് ഡ്വെല്ലിംഗ്. കഷ്ടകാലത്ത് യാക്കോബിന് നൽകുന്ന രണ്ടാമത്തെ വാഗ്ദത്തം ഇതാണ്. ഒന്നാമത് ഓർമ്മിപ്പിച്ചു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ രക്ഷിക്കും, കാരണം നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമത്തെ വാഗ്ദത്തം, ഞാൻ നിൻ്റെ ഗൃഹങ്ങളോട് നിൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കുമെന്നുള്ളതാണ്. മൂന്നാമത്തെ വാഗ്ദത്തം ഇതാണ്. യിരെമ്യാ പ്രവചന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധയോട് വായിക്കേണ്ട ഒരു വേദഭാഗമാണ്. ഞാൻ നിന്നെ ന്യായത്തോടുകൂടി ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല. ഞാൻ നിന്നെ ന്യായത്തോടുകൂടെ ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയുമില്ല. ഐ വിൽ ഡിസിപ്ലിൻ യു ഇൻ ജസ്റ്റ് മെഷർ ആൻഡ് ഐ വിൽ ബൈ നോ മീൻസ് ലീവ് യു അൺപണിഷ്ഡ്. ഞാൻ നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. പക്ഷേ എങ്ങനെയാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത്? ന്യായത്തോടു കൂടി ഞാൻ നിന്നെ ശിക്ഷിക്കും. ദൈവത്തിൻ്റെ ന്യായമാണ് നമ്മുടെ തെറ്റുകൾ നമ്മളെ വീണ്ടെടുക്കുന്നത്. ശിക്ഷിക്കപ്പെടുമെന്നെങ്കിലും രക്ഷപ്പെടുവാനുള്ള വഴിയൊരുക്കുന്നത് ദൈവത്തിൻ്റെ ന്യായമാണ്. സൂത്താറ പ്രാർത്ഥനയിൽ അച്ഛന്മാർ ഒരുമിച്ച് പാടി മനോഹരമായ പാട്ട് കേട്ട് നമ്മൾ ആസ്വദിച്ചവരാണ്. നിന്നോട് പാപം ചെയ്ത് ഉടയോനെ കോപിപ്പിച്ചു മലിനതയാൽ ഞങ്ങൾ. നിന്നോട് പാപം ചെയ്ത് തമ്പുരാനെ നിന്നെ കോപിപ്പിച്ചു മലിനത കൊണ്ട് നിന്നോട് പാപം ചെയ്ത് നിന്നെ കോപിപ്പിച്ചവരാണ് ഞങ്ങൾ. നീതി അകോ വാളൂരുന്നെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ സ്ഥിതി? നീതി വാളൂരുന്നെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ സ്ഥിതി? നിന്റെ കൃപയിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. കാലം തീരാറായി പോകുന്നു, പക്ഷേ ഞങ്ങളുടെ അന്ത്യം നിന്റെ കരുണയിലായിത്തീരണം, നിന്റെ ആർദ്രതയിലായിത്തീരണം. നീതി വാളൂരുന്നെങ്കിൽ ആർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും? കുറ്റം, ശിക്ഷ, രക്ഷ. ഒരു കുറ്റത്തിനും, എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷയുണ്ട്. എല്ലാ ശിക്ഷകളിലും ഒരു രക്ഷ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ന്യായമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, തെറ്റുകളുണ്ട്, ഒപ്പം ശിക്ഷയുമുണ്ട്. പക്ഷേ ആ ശിക്ഷയിൽ ഒരു രക്ഷ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദമിനെയും ഹവ്വയെയും ആട്ടിപ്പുറത്താക്കി ക്രൂബന്മാരെ തിരിയുന്ന വാളിൻ്റെ വായ്ത്തലയാൽ പർദീസ കാവൽ ചെയ്യുവാൻ തക്കവിടം നിർത്തുമ്പോൾ അത് കഠിനമായ തൻ്റെ സ്നേഹനിധിയായ സൃഷ്ടിയെ പുറത്താക്കുന്നത് കഠിനമായ ഒരു പ്രവൃത്തിയല്ലേ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓർക്കണം പ്രിയമുള്ളവരെ, അവിടെയും പ്രകടിപ്പിക്കുന്നത് നിതാന്തമായ നിത്യമായ സ്നേഹമാണ്. മുറിവേറ്റ ഹൃദയത്തോടെയാണ് ആദമിനെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കുന്നത്. സന്തോഷത്തോടു കൂടിയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ നമ്മൾ ശിക്ഷിക്കുന്നത് സന്തോഷത്തോടു കൂടിയല്ല, മുറിവേറ്റ ഹൃദയത്തോടു കൂടിയാണ് ആദമിനെ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കുന്നത്. ആ മുറിവ് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നുണ്ട്. കാൽവരി ക്രൂശിൽ ആ മുറിവുകൾ കൊണ്ട് തന്നെ, തൻ്റെ വിലാപ്പുറത്ത് ചങ്കിലേറ്റ ആ മുറിവുകൾ കൊണ്ട് തന്നെ അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നഷ്ടപ്പെട്ട പറുദീസയിലേക്ക് ആദമിനെ പുനഃപ്രവേശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ന്യായം. ഞാൻ നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയിൽ ഒരു രക്ഷ ഒളിഞ്ഞു കിടക്കുന്നുള്ളത് മനസ്സിലാക്കണം. നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു തെറ്റുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് തെറ്റില്ലെങ്കിൽ ഒരിക്കൽ നമ്മളെ ശിക്ഷിക്കില്ലെന്ന് ഉള്ള ബോധം ഉള്ള ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയുണ്ടാകണം.
കാരണം ആ ശിക്ഷയിൽ ഒരു ന്യായമുണ്ട്, ആ ന്യായത്തിൽ ഒരു രക്ഷയുണ്ട്. ഓരോ തെറ്റിലും ഒരു ശിക്ഷ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഓരോ ശിക്ഷയിലും ഒരു രക്ഷയും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ന്യായം, ദൈവരക്ഷയുടെ ന്യായം, ദൈവനീതിയുടെ ന്യായം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ അത് നമ്മളെ തിരുത്തുവാനാണ്, അത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏത് ശിക്ഷയ്ക്ക് പുറകിലും ഒരു തെറ്റുണ്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊള്ളണം. അബ്രഹാം പിതാവിൻ്റെ ബോവൂസയിൽ പാടുന്നുണ്ട്, നന്മയ്ക്കുള്ള ഓരോ വിഘ്നം നമ്മളിൽ തന്നെയാകുന്നു. നന്മയ്ക്കുള്ള ഓരോ വിഘ്നവും ഓരോ തടസ്സവും നമ്മളിൽ തന്നെയാകുന്നു. കാരണം എന്താണ്? അബ്രഹാം പിതാവ് പറയുകയാണ്, തൻ്റെ മഹാകാരുണ്യത്തെ ദൈവം ഒരിക്കലും പുറകോട്ട് പിടിക്കുന്നില്ല. തൻ്റെ മഹാകരുണയെ ദൈവം ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയുന്നില്ല. നന്മയ്ക്കുള്ള വിഘ്നം, ശിക്ഷാവിധിക്കുള്ള കാരണം നമ്മിൽ തന്നെയാകുന്നു. അതുതന്നെയാണ് യെശയ്യാ പ്രവചന പുസ്തകം 59-ാം അധ്യായത്തിൽ വായിക്കുന്നത്. രക്ഷിക്കപ്പെടുവാൻ കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളെയും എന്നെയും തമ്മിൽ വേർതിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. നിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകൾ, ജീവിതത്തിൻ്റെ കുറവുകൾ, ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ, തമ്പുരാനെ ശിക്ഷിക്കപ്പെടണം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവമേ ഞങ്ങളെ ഒന്ന് ശിക്ഷിക്കല്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ശിക്ഷയില്ലെങ്കിൽ അവിടെ രക്ഷയില്ല. ശിക്ഷിക്കപ്പെടുന്നിടത്ത് മാത്രമേ രക്ഷയുണ്ടാകുകയുള്ളൂ, അനുഗ്രഹമുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഒരു ഭക്തനാണ് നമ്മളെങ്കിൽ, ഭക്തൻ്റെ ബോധത്തിലാണ് ജീവിതമെങ്കിൽ, ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കുവാൻ കൂടി നമ്മൾ തയ്യാറെടുക്കണം. എങ്കിലേ അനുഭവിക്കുന്ന രക്ഷയുടെ നന്മകൾ രുചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? 6-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. തമ്പുരാനെ, യഹോവേ, നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്. കാരണം നീതി വാളൂരുന്നെങ്കിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾ നശിച്ചു പോകും, ഞങ്ങൾ വീണു പോകും, ഞങ്ങൾ പട്ടുപോകും. നിൻ്റെ കൃപയാൽ ഞങ്ങളെ നീ ശിക്ഷിച്ചു കൊള്ളണം. നിൻ്റെ കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുത്, നിൻ്റെ ക്രോധത്തിൽ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. നിൻ്റെ ആർദ്ര കരുണയാൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഭക്തന്മാരിൽ ദൈവം കരുണ തോന്നും. അപ്പൻ മക്കളെ ബാലശിക്ഷ നൽകി ശിക്ഷിക്കുന്ന പോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ ബാലശിക്ഷ നൽകി വളർത്തിക്കൊള്ളും. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും യഥാർത്ഥ ഭക്തനാണെങ്കിൽ, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിത്യത അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം, തമ്പുരാനെ ഇതിനുള്ള ശിക്ഷ ഇപ്പോൾ തന്നെ തരണമെന്ന്. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കാരണം ജീവിതത്തിൽ ഒരു ദിവസം ചെയ്തു കൂട്ടുന്ന തിന്മകൾ, ദുഷ്ടതകൾ, ഒരാഴ്ചക്കാലം ചെയ്തു കൂടുന്ന തെറ്റുകൾ, ഒരു മാസം ചെയ്യുന്ന തെറ്റുകൾ, ഈ കാലങ്ങളൊക്കെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ശിക്ഷിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസാനം? എന്തായിരിക്കും? നിത്യശിക്ഷാവിധി എവിടെയാണ് നമ്മുടെ സ്ഥാനം? അതുകൊണ്ട് ഓരോ ദിവസവും ശിക്ഷിക്കപ്പെട്ട്, രക്ഷിക്കപ്പെട്ട്, ശുദ്ധീകരിക്കപ്പെട്ട് മര്യാദയ്ക്ക് നടക്കുവാൻ നമ്മൾ പഠിക്കണം. ഓരോ തെറ്റും രക്ഷിക്കപ്പെടുവാൻ, ആ തെറ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന നന്മകൾ മനസ്സിലാക്കി ശിക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച്, രക്ഷയുടെ അനുഗ്രഹം പ്രാപിച്ച്, കൃപയോട് അനുഗ്രഹത്തോടെ നന്മകളോട് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ പഠിക്കണം. ഞാൻ നിന്നെ ശിക്ഷിക്കും, പക്ഷേ നിന്നെ ന്യായത്തോടു കൂടി മാത്രമാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നിൻ്റെ ആയുസ് തീർന്നു പോയി, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ നേരെയാക്കിക്കൊള്ളുക എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഹിസ്കിയാ രാജാവിനോട് ദൈവം അറിയിച്ചു. ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ ചേർത്ത് വെച്ചു, ദൈവത്തോട് നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. യെശയ്യാ പ്രവാചകനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വിട്ട് അവൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ അവൻ്റെ ആയുസിനോട് 15 സംവത്സരക്കാലം നീട്ടിക്കൊടുക്കുമെന്ന് യഹോവ അരുളപ്പാട് കൊടുത്തു. പക്ഷേ അതിനുശേഷം ഹിസ്കിയാ രാജാവ് ദൈവത്തിന് പാട്ട് പാടി. ആ പാട്ടിൽ ഒരു വാചകമുണ്ട്, വളരെ ശ്രദ്ധേയമായൊരു പാട്ടാണ്. സമാധാനത്തിന് വേണ്ടി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. സമാധാനത്തിന് വേണ്ടി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. അതുകൊണ്ട് എൻ്റെ ജീവിതകാലമൊക്കെയും ഇനി ഞാൻ മര്യാദയ്ക്ക് നടക്കും. ഓരോ ശിക്ഷയും മര്യാദയ്ക്ക് നടക്കുവാനുള്ള ഓരോ അനുഭവമാണെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ക്രോധാഗ്നിക്ക്, ദൈവത്തിൻ്റെ കോപാഗ്നിക്ക് പാത്രമാകാതെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക്
ഓരോ നിമിഷം വിധേയപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്ഫുടം ചെയ്യപ്പെട്ട് അനുഗ്രഹപാത്രമായി മുന്നേറുന്നത് ദൈവമക്കളുടെ ഭാഗ്യമാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം മൂന്നാമതായിട്ട് നമുക്കിടയാകട്ടെ. ഞാൻ നിന്നെ ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല, പക്ഷേ ആ ശിക്ഷയിൽ കൂടി ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നാലാമത്തെ വാഗ്ദത്തം ഇതാണ്. 30-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും കൂട്ടിച്ചേർത്ത് വായിക്കണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരുക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാണ്. 17-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഐ വിൽ ഹീൽ യുവർ വൂണ്ട്സ്. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. നിന്റെ മുറിവുകൾക്ക് ഞാൻ സൗഖ്യം വരും. യുവർ പെയിൻ ഈസ് ഇൻക്യൂറബിൾ. ചികിത്സിച്ച് ഭേദമാക്കുവാൻ പറ്റാത്ത വേദനകളും പ്രയാസങ്ങളുമാണ് നീ അനുഭവിക്കുന്നത്. അത് വളരെ ആഴമുള്ളതാണ്, വളരെ പ്രശ്നമുള്ളതാണ്. പക്ഷേ ഞാൻ നിൻ്റെ മുറിവുകളെ കെട്ടും. നീ എനിക്കുള്ളവനാണ്. ഞാൻ നിൻ്റെ മുറിവുകളെ കെട്ടും, നിൻ്റെ ശരീരത്തിന് ആരോഗ്യം വരുത്തും. യെശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. ശരീരം മുഴുവനും മുറിവാണ്, തല മുഴുവനും മുറിവാണ്, വെച്ച് കെട്ടിയിട്ടില്ല, തൈലം പകർന്നിട്ടില്ല, ഇങ്ങനെ ഒരു ജാതി. പക്ഷേ ഇവിടെ യാക്കോബിനോട് പറയുകയാണ്, നീ എനിക്കുള്ളവൻ. നിൻ്റെ മുറിവുകൾ വിഷമമുള്ളതാണ്, നിൻ്റെ പരുക്കുകൾ വളരെ വലുതാണ്. എങ്കിലും നിനക്ക് മുറിവിന് കുഴമ്പ് വെച്ച് കെട്ടിയിട്ടില്ല, മരുന്ന് പകർന്നിട്ടില്ല, നിന്റെ സ്നേഹിതന്മാർ നിന്നെ മറന്നിരിക്കുന്നു. പക്ഷേ അവിടെ ഞാൻ നിൻ്റെ സ്നേഹിതനായി അടുത്ത് വന്ന് നിൻ്റെ മുറിവുകൾ കെട്ടും, നിൻ്റെ മുറിവുകൾക്ക് ശമനം വരുത്തും, നിനക്ക് ആരോഗ്യം വരുത്തി തരും. ഐ വിൽ ഹീൽ യുവർ വൂണ്ട്സ്. നിൻ്റെ മുറിവുകളെ ഞാൻ വെച്ച് കെട്ടും. ദൈവം ശിക്ഷിക്കുമ്പോൾ മുറിവുകളുണ്ടാകും. ജീവിതത്തിൽ അല്ലാതെ മുറിവുകളുണ്ടാകും, പലവിധ മുറിവുകളുണ്ടാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ അത് നിത്യവ്രണമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുറിവുകൾ തോരാത്ത ഉണങ്ങാത്ത മുറിവുകൾ, മരുന്ന് വെച്ച് കെട്ടാൻ പറ്റാത്ത മുറിവുകൾ, സ്നേഹിതർ മറന്നുപോകുന്ന മുറിവുകൾ, അപകീർത്തിപ്പെടുത്തുന്ന മുറിവുകൾ, ഒരുപാട് മുറിവുകൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത്. കോവിഡിൻ്റെ മഹാമാരി തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ 50,000-ൽ പരം ആളുകൾ കേരളത്തിൽ കടന്നുപോയി. കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വേദന ഉണ്ടാക്കി. എത്രയോ പ്രിയപ്പെട്ടവർ, വാത്സല്യമുള്ളവർ, സ്നേഹമുള്ളവർ, സുഹൃത്തുക്കൾ, സഹപാഠികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയി. അവിടെയൊക്കെ കുടുംബങ്ങളുണ്ടായ മുറിവുകൾ, വേദനകൾ. നിൻ്റെ മുറിവുകൾ, നിൻ്റെ വേദനകൾ ഇൻക്യൂറബിളാണ്, പരിഹരിക്കാൻ പറ്റാത്തതാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതാണ്. പക്ഷേ തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് സ്നേഹിതന്മാരില്ല, നിനക്ക് സൗഖ്യമാക്കുവാൻ നിനക്ക് മരുന്നില്ല, നിനക്ക് കുഴമ്പില്ല, എന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും. അസാധ്യമായിരിക്കുന്ന ഇടങ്ങളിൽ തമ്പുരാൻ തരുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സൗഖ്യങ്ങൾ, കൃപകൾ. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, പരിശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള അനേക കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 38 സംവത്സരക്കാലം കൊളക്കരയിൽ കിടന്ന, ബെഥസ്ദ കൊളക്കരയിൽ കിടന്നവൻ്റെ അടുക്കലേക്ക് വരുന്ന കർത്താവ്, അവൻ്റെ മുറിവുകൾ പരിതാപകരമായ മുറിവുകളാണ്. ആരും തൊടുവാൻ ആഗ്രഹിക്കാത്ത അകറ്റി നിർത്തിയിരുന്ന കുഷ്ഠരോഗിയുടെ മുറിവുകൾ പരിതാപകരമായി ഇൻക്യൂറബിളായിട്ടുള്ള മുറിവുകളാണ്, വേദനകളാണ്. പക്ഷെ അവൻ്റെ അടുക്കലൊക്കെ കർത്താവ് കടന്നു വന്നു. കർത്താവിനെയൊക്കെ സൗഖ്യമാക്കി, അവരൊക്കെ സൗഖ്യമാക്കി. അടുത്ത് വന്ന് നല്ല ശമരിയാക്കാരനെ പോലെ ലോകം നമ്മളെ തിരസ്കരിച്ചാലും ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഫലപ്രദമായില്ലെങ്കിലും, തിരുമേനി ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ ഉസ്താദ് സിനിമയുടെ ഒരു അനുഭവം ഓർമ്മിപ്പിച്ചല്ലോ. ലോകം നമ്മളെ പരിത്യജിച്ചാലും, മരുന്നുകൾ ഫലിക്കാതെ വന്നാലും, ഡോക്ടർ ആശുപത്രികളിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടാലും, ശമരിയാക്കാരൻ, നല്ല ശമരിയാക്കാരനെ പോലെ അടുത്ത് വന്ന് തൈലവും വീഞ്ഞും പകർന്നു തരുന്ന യഥാർത്ഥ മുറിവേറ്റ് കിടന്നവന് പകർന്നു കൊടുക്കുമ്പോൾ, അളന്നു കൊടുക്കുകയല്ല ചെയ്യുന്നത്, പകർന്നു കൊടുക്കുമ്പോൾ, അളവില്ലാതെ പകർന്നു കൊടുക്കുമ്പോൾ ആ ശമരിയക്കാരൻ ക്രിസ്തുവായി മാറുകയാണ്.
ആ ശമരിയക്കാരൻ മുറിവ് കിട്ടുന്ന യഹോവയായി മാറുകയാണ്. നിന്റെ മുറിവുകൾ വളരെ ആഴത്തിലുള്ളതാണ്, പരുക്കുകൾ അഗാധമാണ്, വേദനകൾ അപാരമാണ്. പക്ഷേ നിനക്ക് തരുന്ന വാഗ്ദത്തം എന്താണ്? ഐ വിൽ ഹീൽ യുവർ വൂണ്ട്സ്. നിന്റെ മുറിവുകൾ ഞാൻ കെട്ടി, ഞാൻ നിന്നെ സൗഖ്യമാക്കും. തമ്പുരാൻ നമ്മുടെ മുറിവുകൾ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകം നമ്മളെ പരിത്യജിച്ചു, ലോകം നമ്മളെ ആക്ഷേപിച്ച് മുറിവേൽപ്പിച്ചു, ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായി, വേദനകളുണ്ടായി. ഈ മുറിവുകൾക്ക് സൗഖ്യം ലോകം തന്നതല്ല. ഈ മുറിവുകൾക്ക് സൗഖ്യം സ്നേഹനിധിയായ നല്ല ശമരിയക്കാരനായ തമ്പുരാൻ തന്നതാണ്. ഈ ശമരിയക്കാരൻ നമ്മുടെ മുറിവുകളെ വെച്ചുകെട്ടിയില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഈ ചോദിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. ഈ നല്ല ശമരിയക്കാരൻ നമ്മുടെ മുറിവുകളെ വച്ചുകെട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? സെപ്റ്റിക് ആകും, ചീഞ്ഞു നാറും, വ്രണങ്ങൾ വലുതാകും, മറ്റുള്ളവർക്ക് അസഹ്യമാകും നമ്മുടെ ജീവിതം, നമുക്ക് തന്നെ ദുരന്തമാകും നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിലെ മുറിവുകളെ കെട്ടി സൗഖ്യത്തോടെ നിർത്തുന്ന ദൈവത്തിന് നന്ദി ചെയ്യണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു. എന്താണ്? അവൻ നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ മുറിവുകളൊക്കെ അവൻ വെച്ച് കെട്ടി തന്നിക്കുകയാണ്. നിന്റെ മുറിവുകൾ ഏത് മേഖലകളിലായാലും നീ അനുഭവിക്കുന്ന മുറിവുകൾ അത് വെച്ച് കെട്ടി തന്ന ഒരു നല്ല ശമരിയക്കാരൻ കൂടെയുണ്ട്. ആ ശമരിയക്കാരനാണ് യഥാർത്ഥ സ്നേഹിതൻ, അവനാണ് യഥാർത്ഥ വൈദ്യൻ. അവൻ തരുന്ന സമാധാനവും സന്തോഷമാണ് നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്നത്. അവൻ നിന്റെ മുറിവുകളെ വച്ചു കെട്ടിയില്ലായിരുന്നുവെങ്കിൽ, അവൻ നിന്റെ ഗ്രഹത്തോടെ കരുണ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, അവൻ നിന്നോട് നന്മ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥയെന്ന് ഒരു നിമിഷം നീ ചിന്തിച്ചു കൊള്ളണം. എന്തെല്ലാം നന്മകൾ ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നന്മകളും കൃപകളും അടിക്കടി കുന്നുകൊടുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ദേശത്ത് വന്ന് നല്ല വീടുകൾ പാർക്കുമ്പോൾ യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നീ തിന്ന് തൃപ്തനാകുമ്പോൾ ദൈവത്തെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിനക്ക് സമ്പാദ്യങ്ങൾ പെരുകി, കന്നുകാലികൾ കൂടി, സമ്പാദ്യങ്ങൾ പെരുകി, ബാങ്ക് നിക്ഷേപങ്ങൾ വർദ്ധിക്കുമ്പോൾ യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവത്തെ മറന്ന് ജീവിക്കരുത്, ദൈവത്തോട് നന്ദികേട് കാണിക്കരുത്. അവൻ നിന്നോട് കൃപ ചെയ്തു, നിന്റെ മുറിവുകൾ കെട്ടി, നിന്റെ ഗ്രഹത്തോട്, നിന്റെ തലമുറയോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ കരുണകളെയും ദൈവത്തിൻ്റെ സാന്നിധ്യബോധത്തെയൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല ഭക്തന്മാരായി വിശുദ്ധരായി ജീവിപ്പാൻ ഇടയാകണം. പ്രിയമുള്ളവരെ, ഒരു ചിന്ത കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. 5-ാമതായി 30-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അവനെ അടുപ്പിക്കും, ഐ വിൽ മേക്ക് ഹിം ഡ്രോ നിയർ ആൻഡ് ഹീ ഷാൽ അപ്രോച്ച് മീ. അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യമുള്ളവൻ ആരാണ്? അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. ഐ വിൽ മേക്ക് ഹിം ഡ്രോ നിയർ. ഞാൻ അവനെ എന്നോട് ചേർത്ത് നിർത്തും, എന്നോട് വലിച്ചടുപ്പിക്കും. എന്നിട്ടോ അവൻ എന്നോട് അടുത്ത് വരും. ഇതാണ് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം. ദൈവം എന്നെ വിളിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു. എവിടെ നിന്ന്? 40-ാം സങ്കീർത്തനത്തിൽ അതിന് മറുപടിയുണ്ട്. ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ പിടിച്ചു, പാറമേലെന്നെ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത്ഭുതകരമായൊരു ജീവിതം. പലരും അത് കണ്ട് അത്ഭുതപ്പെടും. തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്ത് വിളിച്ച് തന്നോട് അടുപ്പിച്ച് നിർത്തുന്നു. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ പറ്റുന്നത്, ഇന്നിവിടെ പ്രസംഗിക്കാൻ പറ്റുന്നത്, പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നത്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ കിട്ടുന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ കുടുംബത്തിൻ്റെ മിടുക്കുകൊണ്ടല്ല. അവൻ എന്നെ അടുപ്പിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഐ വിൽ മേക്ക് ഹിം ഡ്രോ നിയർ ആൻഡ് ഹീ ഷാൽ അപ്രോച്ച് മീ. അവൻ എന്നോട് ചേർന്ന് നിൽക്കും, ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ആർക്കാണ് ധൈര്യമുള്ളത്? തമ്പുരാൻ്റെ കൃപയില്ലാതെ ഒരു മനുഷ്യനും തമ്പുരാനോട് ചേർന്ന് നിൽക്കുകയില്ല. വിളിച്ചടിപ്പിച്ച് ചേർത്ത് വച്ചിരിക്കുന്ന ബന്ധം, അതാണ് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം. വിളിച്ചടിപ്പിച്ച് എൻ്റെ മെറിട്ട് നോക്കാതെ, എൻ്റെ വിശുദ്ധി നോക്കാതെ വിളിച്ചടിപ്പിച്ച് ചേർത്ത് തന്നോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ബന്ധം. ആ ബന്ധമാണ് ഞാനും എൻ്റെ ദൈവം തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ദൃഢമാകുമ്പോൾ നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ദൈവബന്ധത്തിൻ്റെ ദൃഢത എന്താണ്? ദൈവം നമ്മളോട് ചേർന്നിരിക്കുമ്പോഴും
നമ്മൾ അവനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ബന്ധമാണ് ദൈവബന്ധത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ദൈവികത നഷ്ടപ്പെട്ടു പോകുന്നു, നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു. ഏറ്റവും വലിയ പരാജയം എന്താണ്? ഏറ്റവും വലിയ പാപം എന്താണ്? മനുഷ്യൻ ദൈവത്തോട് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ പാപം. ഏത് കാരണം കൊണ്ടായാലും, പണം കൊണ്ടായാലും, ബുദ്ധി കൊണ്ടായാലും, ധാർഷ്ട്യം കൊണ്ടായാലും, അഹങ്കാരം കൊണ്ടായാലും തമ്പുരാനിൽ അകന്നു പോകുന്നത് അപകടമാണ്. തിരിച്ചറിയണം. അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആത്മീയ അനുഗ്രഹം ഞാൻ അവനെ വലിച്ച് അടുപ്പിച്ച് എന്നോട് ചേർത്ത് നിർത്തും, അവൻ എന്നോട് പറ്റിച്ചേരും. തമ്പുരാനുമായിട്ടുള്ള ബന്ധം ദൃഢമായിരിക്കണം പ്രിയമുള്ളവരെ. അവിടെ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും. ദൈവം ദൈവമായിരിക്കുന്ന അവസ്ഥ, നമ്മൾ അവൻ്റെ ജനമായിരിക്കുന്ന അവസ്ഥ, അത് ഭാഗ്യമുള്ള അവസ്ഥയാണ്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. തമ്പുരാൻ നയിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. അവനോട് ചേർന്നിരിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. ദൈവത്തോട് വിളിച്ചടിപ്പിച്ചിരിക്കുന്ന ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തെ പുറന്തള്ളിക്കളയാതെ ആ സ്നേഹം രുചിച്ചറിഞ്ഞ് അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന ആത്മീയ അനുഗ്രഹം ഉണ്ടാകണം. കഷ്ടകാലത്ത് യാക്കോബിന് നൽകുന്ന 5ാമത്തെ വാഗ്ദത്തം ഇതാണ്: ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും, ഞാൻ നിന്നെ ചേർത്ത് നിർത്തും, നീ എനിക്ക് ജനമായിരിക്കും, നീ എൻ്റെ അവകാശമായിരിക്കും. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ദൈവം നൽകുന്ന 5 വാഗ്ദത്തങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ച ചിന്തയാണ്. എല്ലാ മുഖവും വിളറിയിരിക്കുന്നത് ഞാൻ കാണുന്നു. അതേ കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും യഹോവ അവനെ വിടുവിക്കും. കഷ്ടകാലത്ത് യാക്കോബിൻ്റെ ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബിന് നൽകുന്ന 5 വാഗ്ദത്തങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. 1, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ രക്ഷിക്കും. 2, നിൻ്റെ ഗ്രഹത്തോട് നിൻ്റെ നിവാസങ്ങളോട് ഞാൻ കരുണ കാണിക്കും. 3, ഞാൻ നിന്നെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല, എങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കും. 4 ഓർമ്മിപ്പിച്ചത്, ഞാൻ നിൻ്റെ മുറിവുകൾ വളരെ പരിതാപകരമാണ്, പക്ഷേ നിൻ്റെ മുറിവുകളെ കെട്ടി നിനക്ക് സൗഖ്യം വരുത്തും. 5 ഓർമ്മിപ്പിച്ചത്, ഞാൻ നിന്നെ ചേർത്ത് നിർത്തും, നീ എന്നോട് ചേർന്ന് നിൽക്കും. അങ്ങനെ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം സുദൃഢമായി തീരും. ഏത് പ്രതിസന്ധികൾ കടന്നു പോട്ടെ, ഏത് രോഗങ്ങൾ വന്നുകൊള്ളട്ടെ, തമ്പുരാൻ കൂടെ ഇരിക്കുമ്പോൾ കൂരിന് താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ കരുണകൾ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ കൃപയോടെ ധൈര്യത്തോടെ ജീവിതത്തെ നയിക്കുവാൻ, അവൻ്റെ ശിക്ഷയ്ക്ക് തിരിഞ്ഞു നിൽക്കാതെ അവൻ്റെ ശിക്ഷകൾ പ്രാർത്ഥനാപൂർവ്വം ഏറ്റുവാങ്ങുവാൻ, അവൻ മുറിവുകൾ കിട്ടുമ്പോൾ നമ്മെ തമ്മിൽ വിധേയപ്പെടുത്തി കൊടുക്കുവാൻ, അവൻ ചേർത്ത് നിർത്തുമ്പോൾ ചേർന്ന് നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധിയും കടന്നു പോകും, എല്ലാ രോഗങ്ങളും കടന്നു പോകും, എല്ലാ പ്രശ്നങ്ങളും അസ്തമിക്കും. തമ്പുരാൻ കൂടെയുണ്ട്. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്ന് ഉറക്കെ പറയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വേദനകളെ സൗഖ്യമാക്കുന്ന, തലമുറകളോട് കരുണ കാണിക്കുന്ന, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന് നന്ദി അർപ്പിച്ച നന്ദിയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഈ കാലങ്ങളിലും തമ്പുരാൻ നമ്മളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു.